ഇടിയൻ ചന്തു താൻ വളർന്നു വന്ന കുടുംബ സാഹചര്യങ്ങൾ കൊണ്ടും സാമൂഹിക ചുറ്റുപാടുകളാലും ഷോർട്ട് ടെമ്പേർഡും ഇൻട്രോവേർട്ടും ആയ, അതിനാൽ തന്നെ പ്രശ്നങ്ങളിൽ വെറുതെ ചെന്ന് ചാടുകയും ചെയ്യുന്ന ടൈറ്റിൽ കഥാപാത്രമായി ഇടിയൻ ചന്തുവിനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇടിയൻ ചന്തു എന്ന ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ 22-ാം വയസ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് വിഷ്ണു ഈ പടത്തിൽ. പീറ്റർ ഹെയ്ൻ ആണ് ഇതിലെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത് വിജയനാണ് സംവിധാനം. തമിഴ് ടച്ചുള്ള വില്ലനായി ചന്തു സെലിംകുമാർ കട്ട കലിപ്പ് ലുക്കിൽ തന്നെ ചിത്രത്തിലുണ്ട്. ബിജു സോപാനവും അത്യാവശ്യത്തിന് കലിപ്പ് പെർഫോമൻസുമായി ഇടിയൻ ചന്തുവിൽ ഉണ്ടായിരുന്നു. TG രവിയുടെ പഴയകാല വില്ലൻ വേഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ശ്രീജിത്ത് രവി കാഴ്ചവെച്ചത്. തൻ്റെ ഇടമുള്ള പ്രിൻസിപ്പൽ അച്ഛനായി ലാലു അലക്സും എത്തുന്നു. കരാട്ടക്കാരിയായ നായികയായി ജയശ്രീ വരുമ്പോൾ നായകൻ്റെ ബെസ്റ്റിയായി വിദ്യാ വിജയകുമാറാണ് വേഷമിടുന്നത്. ലെനയാണ് നായകൻ്റെ അമ്മ വേഷം ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായി നമ്മുടെ മുത്ത് IM വിജയൻ കയറി വന്നിട്ടുണ്ട്. ജോണി ആൻ്റണി, സൂരജ്, രമേശ് പിഷാരടി, ഫുക്രു തുടങ്ങിയവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നു. പേര് ഇടിയൻ ചന്തു എന്നായിരുന്നെങ്കിലും അത്രയ്ക്കുള്ള ഇടിസീനൊന്നും പടത്തിൽ കണ്ടില്ല. ഒരു RDX അല്ലെങ്കിൽ തല്ലുമാല ഫ്രീക്വൻസികളിലുള്ള ഈ ഫൈറ്റ് ഒന്നും തന്നെ ഈ പീറ്റർ ഹെയ്ൻ അടിപ്പടം എന്ന ലേബലിൽ വന്ന പ്രൊജക്റ്റിൽ വന്നില്ലെങ്കിലും കാണിച്ച ഇടിരംഗങ്ങളൊക്കെ നല്ല പശ്ചാത്തല സംഗീതമൊക്കെ ഇട്ടു ഗംഭീരമായി കളർഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാം പകുതിയിൽ തന്നെ പല സീനുകളും ഇമോഷണലി പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ പോയിക്കൊണ്ടിരുന്നിരുന്നു. സെക്കൻഡ് ഹാഫിൽ പലയിടത്തും ക്ലീഷേ ക്രിഞ്ച് ടൈപ്പ് പരിപാടികൾ കയറി വന്നു. ഇടിയൻ ചന്തുവിൻ്റെ ഇടി ഇനിയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പിൻ ഓഫ് സാധ്യത നിലനിർത്തിയാണ് പടം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ശരാശരിക്ക് താഴെ നിൽക്കുന്ന, പേരിന് ഇടിയും സെൻറ്റിമെൻറ്റ്സ് നിറച്ച ഒരു കുഞ്ഞു ചിത്രം തന്നെയാണ് ഇടിയൻ ചന്തു.